വാർഷികോത്സവത്തിന്റെ ഭാഗമായി കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രദർശനമേളം സംഘടിപ്പിച്ചു. പ്രദർശനം BRC ട്രെയിനർ ശ്രീ പ്രീജിത്ത് മാണിയൂർ ഉദ്ഘാടനം ചെയ്തു. കൂടാതെ 80ഓളം കുട്ടികൾ 2 ബാച്ചുകളിലായി ഉൾപ്പെടുന്ന ലിറ്റിൽ കൈറ്റ്സ് 2023-26 യൂണിറ്റിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വർണ്ണച്ചിറകുകൾ, മഷിത്തണ്ട് എന്നീ ഡിജിറ്റൽ മാഗസീനുകളും ശ്രീ പ്രീജിത്ത് മാണിയൂരും HM ഇൻചാർജ് ശ്രീ റഫീഖ് മാസ്റ്ററും ചേർന്ന് പ്രകാശനം ചെയ്തു. പ്രദർശനത്തിലെ പ്രധാന താരം വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കാമി എന്ന ക്യാമ്പസ് അസിസ്റ്റന്റ് റോബോട്ട് ആണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിദ്യാർത്ഥികളെ അവരുടെ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്ന ഒരു ക്യാമ്പസ് അസിസ്റ്റന്റ് എന്ന ഉദ്ദേശത്തോടെയാണ് ഈ റോബോട്ടിനെ നിർമ്മിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ChatGPTയോട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് റോബോട്ടിൻ്റെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഏതൊരു സംശയത്തിനെയും ദൂരീകരിക്കാൻ ഈ റോബോട്ട് പ്രാപ്തമാണ്. എഴുത്തോല അക്കാദമിയിലെ ശ്രീ വിനീത് എന്ന അധ്യാപകനാണ് റോബോട്ട് നിർമ്മാണത്തിന് വിദ്യാർത്ഥികൾക്ക് നേതൃത്വം നൽകിയത്. Update: the Prime Minister of India is Narendra Modi. He has been in office since May 2014. If there have been any changes after over 2023, I would recommend. Update: Pinarayi Vijayan serves as the Chief Minister of Kerala. കാമിയോടൊപ്പം തന്നെ റോബോട്ടിക്സ് മേഖലയുടെ ഭാഗമായി വീടുകളിലും മറ്റും തീപിടുത്തം ഉണ്ടായാൽ അത് തിരിച്ചറിഞ്ഞ് ജനങ്ങൾക്ക് വിവരം നൽകുന്ന സ്മാർട്ട് ഫയർ അലാറം സിസ്റ്റം, ഫ്ലാറ്റുകളിലും മറ്റും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന സ്മാർട്ട് പാർക്കിംഗ് സിസ്റ്റം, വാട്ടർ ഡിസ്പെൻസർ എന്നിവയാണ് പ്രദർശനത്തിനുണ്ടായത്. ഇതിപ്പോൾ ഒരു ഫ്ലെയിം സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബസ് എടുക്കും. അപ്പോൾ വീട്ടുകാർക്ക് ഈ ഫയർ ഇങ്ങനെ ഉണ്ടാകുന്ന അറിയാം. സെൻസ് ചെയ്തിട്ട് ബസ് എടുക്കും, സിഗ്നൽ കൊടുക്കും, സെൻസ് ചെയ്ത് ഇൻഫ്രാറെഡ് എടുക്കും. അല്ല, ഹീറ്റല്ല, ഫ്ലെയിം എന്ന് പറയുന്നത് ഒരു ഇൻഫ്രാറെഡ് റേസ് ആണ്. ഇതിപ്പോൾ ഇതിൽ IR സെൻസറാണ്. അത് ഇൻഫ്രാറെഡ് റേസ് സെൻസ് ചെയ്യും. അതിൻ്റെ റിസീവ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് സിഗ്നൽ ഉണ്ട്. ആ സിഗ്നലാണ് പിന്നീട് ബസ്സിലേക്ക് ബസ്സിൻ്റെ പവർ. ആനിമേഷൻ വിഭാഗത്തിൽ വിദ്യാർത്ഥികൾ 2D ആനിമേഷൻ സോഫ്റ്റ്വെയറായ ട്യൂബ് ഡെസ്ക്, ഓപ്പൺ ടൂൺസ്, അതുപോലെ 3D ആനിമേഷൻ സോഫ്റ്റ്വെയറായ ബ്ലെൻഡർ ഉപയോഗിച്ച് നിർമ്മിച്ച ആനിമേഷൻ വീഡിയോകളും സ്ക്രാച്ച് പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വീഡിയോ ഗെയിംസും പ്രദർശനത്തിനുണ്ടായി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൈബർ സേഫ്റ്റി എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസും വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചു. കമ്പ്യൂട്ടറുകൾക്കും യന്ത്രങ്ങൾക്കും മനുഷ്യബുദ്ധിയെ അനുകരിക്കാൻ കഴിവുള്ളതാക്കുന്ന സാങ്കേതിക വിദ്യയാണ് AI എന്ന് പറയുന്നത്. Medium for interactions and communication across a global network of interconnected systems. As we all know, there are many cyberspace available around the world. There are also threats in the cyberspace. Those are cybercrime and cyber attack. നിറഞ്ഞ പങ്കാളിത്തമാണ് പ്രദർശനത്തിനുണ്ടായത്.